ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റുകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള എൽ പി ജിയുമായിട്ട് ഒരു എൽ പി ജി ടാങ്കർ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ക്രോസ് ചെയ്തിട്ടുണ്ടെന്നുള്ള വാർത്ത റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ടോൾ അടച്ചുകൊണ്ട് കടന്നു വരുന്ന ഒരു കപ്പലുകളെയും ഞങ്ങൾ കടത്തിവിടില്ല, അതുപോലെ തന്നെ അണ്ടർ സാങ്ഷൻസിലുള്ള കപ്പലുകളെ വെച്ചുകൊണ്ട് എണ്ണ എടുക്കുന്നതോ അല്ലെങ്കിൽ ഗ്യാസ് ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നതുമായിട്ടുള്ള പരിപാടികളൊന്നും ചെയ്യരുത് എന്നാണ് അമേരിക്ക വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സാങ്ഷൻസിൽ പെട്ട കപ്പലുകളെ നിങ്ങൾ ഉപയോഗിക്കുന്നുവെങ്കിൽ അതിനെ ഞങ്ങൾ സീസ് ചെയ്യും, പിടിച്ചെടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി തന്നെ ട്രംപ് പറഞ്ഞിട്ടുണ്ട് കടൽ കൊള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു ജോലിയാണ്, അത് ചെയ്താൽ നല്ല പ്രോഫിറ്റ് കിട്ടും, എന്നാൽ അതിന് ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം വേറെ ഒന്നുമല്ല, അങ്ങനത്തെ കപ്പലുകൾ പോയാൽ ഞാൻ പിടിച്ചെടുക്കും, കൊള്ളയടിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. സർവശക്തി എന്ന് പറഞ്ഞ കപ്പലാണ്, ഏതാണ്ട് 46,000 മെട്രിക് ടൺ എൽ പി ജി ആണ് ഇത് ക്യാരി ചെയ്ത് വരുന്നത്. ഇതിൽ 20 ക്രൂ മെമ്പേഴ്സാണുള്ളത്, 18 പേരും ഇന്ത്യക്കാരാണ്. ഇത് മെയ് 13 വിശാഖപട്ടണത്ത് അടുക്കും എന്നാണ് പറയപ്പെടുന്നത്. ഇറാൻ ആണെന്നുണ്ടെങ്കിൽ ട്രംപിൻ്റെ കടൽ കൊള്ള വളരെ മനോഹരമായിട്ടുള്ള പരിപാടിയാണെന്ന് ട്രംപ് പറഞ്ഞതിനെ കണ്ടംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ 14 പോയിന്റുകളാണ് മുന്നോട്ട് വെച്ചിരുന്നത്, അപ്പോൾ അമേരിക്ക അതിൽ ഒരു പോയിന്റ് പോലും അംഗീകരിച്ചിട്ടില്ല. അതിൻ്റെ ഉദ്ദേശം അവർക്ക് ഇറാനുമായിട്ട് നേരെ ചൊവ്വേ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ താല്പര്യമില്ലാത്ത കൊണ്ടാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എന്താണ് അവർ പറഞ്ഞിരിക്കുന്നതിൽ മെയിനായിട്ടുള്ള വിഷയം എന്നുള്ളത് ഞാൻ ഇതിനു മുമ്പ് തന്നെയുള്ള വീഡിയോകളിൽ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച മാറ്റിവെച്ചിട്ട് ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ ചർച്ച നടത്താമെന്നാണ് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ അവർക്ക് സാങ്ഷൻസ് റിലീവ് ചെയ്യണം, അവരുടെ മേലിലുള്ള ഉപരോധങ്ങളെല്ലാം എടുത്തു മാറ്റണം, ഇറാൻ്റെ മേലിൽ ആക്രമണം നടത്തിയതിന് നഷ്ടപരിഹാരം കൊടുക്കണം. ഇതൊക്കെയാണ് അവരുടെ നിർദ്ദേശങ്ങൾ. ഇതൊക്കെ ട്രംപ് അപ്പം തന്നെ ചവിറ്റുകോട്ടയിലിട്ടു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നിട്ട് ഇറാൻ പറഞ്ഞിരിക്കുന്നത് ദ ബോൾ ഇസ് ഇൻ അമേരിക്കാസ് കോർട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്കക്കാരുടെ കയ്യിലാണ് കാര്യങ്ങൾ, അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്നാണ് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റിനെ തടയുന്ന തരത്തിൽ ചൈന ഡിസ്ഇൻഫർമേഷൻ പാസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ ആ പ്രോജക്റ്റിനെ തടയാം എന്നുള്ള തരത്തിലുള്ള പല അടവുകൾ ചൈന ഇറക്കുന്നുണ്ട്. അതായത് എൻവയറമെൻ്റലി അത്ര അഡോപ്റ്റീവായിട്ടുള്ള സ്ഥലത്തല്ല ഇന്ത്യ ഈ പോർട്ടിന് വേണ്ടിയിട്ട് പ്രിഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഒരു ഗ്ലോബൽ വിഷയമായിട്ട് മാറ്റിക്കൊണ്ട് അവിടെ എൻവയറമെൻ്റൽ സേഫ്റ്റിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീണ്ടും പഴയൊരു സ്ട്രാറ്റജി എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് ചൈന. അപ്പോൾ ഈ വിഷയത്തിലൊക്കെ ഇന്ത്യ ഓൾറെഡി തന്നെ പെർമിഷൻസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്, അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ പ്രോജക്റ്റിനോടുള്ള വിയോജിപ്പ് ചൈന വ്യക്തമായി രേഖപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ ചൈന പേടിക്കുന്നുണ്ട്, കാരണം സ്ട്രേറ്റ് ഓഫ് മലാക്ക, അതിലുപരിയായിട്ട് നമ്മളുടെ മിലിറ്ററി പ്രസൻസ് സ്ട്രേറ്റ് ഓഫ് മലാക്കയുടെ നിയർ ബൈ. അപ്പോൾ ആ ഏരിയയിൽ നിന്നുകൊണ്ട് നമുക്ക് ചൈനയുടെ കംപ്ലീറ്റ് ഷിപ്മെൻറ്റുകളെയും നിരീക്ഷിക്കാൻ പറ്റും. ഇത് ചൈന ആശങ്കയോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. നമുക്കിതൊരു സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പ്രോജക്റ്റിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യൻ ആർമി സോവറൈൻ സ്വാം ഡ്രോണിൻ്റെ ഒരു ട്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രെയിം വർക്ക് ഫുൾ ഇൻറ്റജിനിയസ് ആയിട്ട് ഓട്ടോമേഷൻ ചെയ്തതാണ്. അത് ഇന്ത്യൻ ആർമി സ്വാം ഡ്രോണിൻ്റെ ഒരു ട്രൂപ്പ് ഒഫീഷ്യലി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യ നമ്മുടെ റഡാർ സിസ്റ്റത്തിൽ അഡ്വാൻസ്മെൻറ്റ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏത് തരത്തിലുള്ള അഡ്വാൻസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മാക് 5 സ്പീഡിൽ വരുന്ന ഹൈപ്പർസോണിക് മിസൈലുകളെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് AI ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടുള്ള റഡാർ സിസ്റ്റമാണ്. അതിൻ്റെ ട്രയൽ പലതവണ നടത്തി വിജയിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രോട്ടോടൈപ്പും റെഡിയാണ്. അപ്പോൾ അത് ഫൈനൽ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിൽ നിൽക്കുകയാണ്. ഇപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രോജക്റ്റാണിത്. മാക് 5 സ്പീഡിൽ വരുന്ന മിസൈലുകളെ ട്രാക്ക് ചെയ്യാൻ പറ്റും വളരെ വ്യക്തമായിട്ട്. 87 മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് ഡ്രോൺ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അപ്രൂവൽ കൊടുത്തിരിക്കുകയാണ്. 30,000 കോടിയാണ് ഇതിൻ്റെ ബഡ്ജറ്റ്. ഇന്ത്യ റഷ്യയുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്ന് പറഞ്ഞാൽ സെമി ക്രയോജനിക് എഞ്ചിൻ പർച്ചേസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യയും ഇന്ത്യയും തമ്മിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ISROയും റഷ്യയുടെ റോസ്കോസ്മോസും തമ്മിലാണ് ചർച്ചകൾ നടക്കുന്നത്. അത് വൈകാതെ തന്നെ ഫൈനൽ സ്റ്റേജിലെത്തുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. HAL പുതിയ ടെൻഡർ ഇഷ്യൂ ചെയ്യുകയാണ്. തേജാസ് MK2 പ്രൊഡക്ഷൻ കുറച്ച് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്പെയർ പാർട്സുകൾ മാനുഫാക്ചറിങ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികളെ ക്ഷണിക്കുകയാണ്. പുതിയ ടെൻഡർ ഇഷ്യൂ ചെയ്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ക്രിട്ടിക്കൽ കമ്പോണൻസുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലാണ് ക്ഷണിക്കുന്നത്. ഇന്ത്യയുടെ ന്യൂക്ലിയർ എനർജി പവർ വൈഡനിങ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടൻകുളം എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ 5-6 സ്റ്റേഷനുകൾ, അതായത് പുതിയ 2 പ്ലാന്റുകൾ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ എക്യൂപ്മെൻറ്റ്സ് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആറ്റമിക് എനർജി റെഗുലേറ്ററി ബോർഡ് അത് സന്ദർശനം നടത്തി അതിൻ്റെ വെരിഫിക്കേഷൻ ഓക്കെ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ വൈകാതെ തന്നെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ യൂണിറ്റ് ഇലക്ട്രിസിറ്റി അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടും.
വിക്ര ഓഷൻ ടെക് എന്ന് പറഞ്ഞ ചെന്നൈ ബേസ്ഡ് കമ്പനി $1 മില്യൺ ഒരു ഓർഡർ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇവർ സബ്സീ റോബോട്ടിക്സ്, അതായത് കടലിൻ്റെ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന റോബോട്ടിക്സ് മാനുഫാക്ചറിങ് ചെയ്യുന്നതാണ് ഇവരുടെ പ്രത്യേകത. അപ്പം ആ മെഷീൻ ഉൽപ്പാദിപ്പിക്കുന്നതിലാണ് ഇവർ പ്രോട്ടോടൈപ്പ് ഒക്കെ റെഡിയാക്കി $1 മില്യൺ ഓർഡർ കരസ്ഥമാക്കിയിരിക്കുന്നത്. ISRO 2027 27 പ്രോജക്റ്റുകൾ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ നമ്പർ 1 എന്ന് പറയുന്നത് ഗഗൻയാനാണ്. അതായിരിക്കും 2026 ISROയുടെ ടോപ്പ് മോസ്റ്റ് പ്രോജക്റ്റായിട്ട് അറിയപ്പെടാൻ പോകുന്നത്. ഫൈനലി ഇസ്രായേൽ അയൺ ബീം ലേസർ ടെക്നോളജി വെപ്പൺ UAE ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്. അതായത് ഇന്ത്യയുടെ ഇൻ്റലിജൻസ് വളരെ വിദഗ്ധമായിട്ട് ഒരു വ്യക്തിയെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻ്റർപോളിൻ്റെ സഹായത്തോടു കൂടി അറസ്റ്റ് ചെയ്ത് എക്സ്ട്രാഡിറ്റ് ചെയ്തിരിക്കുകയാണ്. വ്യക്തിയുടെ പേര് സലീം ഡോല എന്നാണ്. ഈ സലീം ഡോല ഡി കമ്പനി കേട്ടിട്ടുണ്ടാവുമല്ലോ, ദാവൂദ് ഇബ്രാഹിം ഇപ്പോൾ പാകിസ്ഥാനിൽ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ, ഇല്ലെങ്കിൽ വാർദ്ധക്യം ബാധിച്ച് കിടപ്പിലായ അവസ്ഥയിലാണോ, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള റൂമേഴ്സൊക്കെ ഉണ്ട്. എന്നാലും ഈ ഡി കമ്പനി ആഗോളതലത്തിൽ തന്നെ മരുന്ന് മാഫിയ കച്ചവടം നടത്തുന്നുണ്ട് നല്ല രീതിയിൽ. ഏതാണ്ട് 10,000 കോടിക്ക് മേലിലുള്ള കച്ചവടം അവർ ഈ മയക്കമരുന്നിലൂടെ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്തയും കൂടിയുണ്ട്. അത് വളരെ കുറഞ്ഞൊരു നമ്പറാണ്. സിന്തറ്റിക് മരുന്നുകളുമായിട്ട് ബന്ധപ്പെട്ട കച്ചവടം ഏറ്റവും കൂടുതൽ നടത്തുന്നത് മെക്സിക്കോയാണ്. മെക്സിക്കോയ്ക്ക് അടുത്തതായിട്ട് നെക്സ്റ്റ് ലെവലിൽ ആ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഡി കമ്പനിയാണ്. അപ്പം 10,000 കോടി എന്നല്ല, അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി കച്ചവടം എന്തായാലും നടത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ സലീം ഡോല എന്ന് പറഞ്ഞവനെ 3 ദിവസങ്ങൾക്ക് മുമ്പാണ് തുർക്കിയിൽ നിന്നും ഇന്ത്യ എക്സ്ട്രാഡിറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിന് ആശ്രിതമായിട്ടുള്ള സംഭവം എന്താണെന്ന് പറഞ്ഞാൽ 2017 മുതലേ ഇന്ത്യയും UAE തമ്മിൽ ശക്തമായിട്ടുള്ള സെക്യൂരിറ്റി, നാഷണൽ സെക്യൂരിറ്റി ഡിഫൻസ് എഗ്രിമെൻറ്റുകൾ സൈൻ ചെയ്ത് മുന്നോട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അതായത് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന തീവ്രവാദികൾ ആരെങ്കിലും ദുബായിലോ അബുദാബിയിലോ ഇങ്ങനത്തെ നഗരങ്ങളിലൊക്കെ പോയിട്ട് സെറ്റിലായി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവരെ UAE പിടിച്ച് ഇന്ത്യയുടെ കയ്യിൽ കൊടുക്കും. ആ ഒരു എഗ്രിമെൻറ്റ് നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല UAE ക്രിമിനൽ കേസുകളിലൊക്കെ പെടുന്ന പലരുടെയും കേസുകൾ ഇന്ത്യക്കുള്ളിൽ വേണമെങ്കിലും കൊണ്ടുവന്ന് നടത്താം. അത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ എഗ്രിമെൻ്റ് ഉണ്ട്. 2018 കൂടി ശക്തമായ രീതിയിൽ ഈ നിയമം പാലിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ 2018 കഴിഞ്ഞിട്ട് ഈ ഡി കമ്പനിക്ക് ഏറ്റവും കൂടുതൽ ദുബായിലൊന്നും അവർക്ക് താവളം ഒരുക്കി താമസിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാം തന്നെ വീണ്ടും പാകിസ്ഥാനിലേക്കും ലോകത്ത് പല രാജ്യങ്ങളിലേക്കും ചേക്കേറുകയാണ് ചെയ്തത്. അങ്ങനെ ഈ സലീം ഡോല എന്ന് പറഞ്ഞവൻ ദാവൂദ് ഇബ്രാഹിമിൻ്റെ വളരെ അടുത്ത വ്യക്തിയാണ്. സിന്തറ്റിക് മരുന്നുകൾ കൈകാര്യം ചെയ്യുന്നതാണ് ഇവൻ്റെ പ്രത്യേകത. ഇവൻ്റെ അനിയനൊരുത്തനുണ്ടായിരുന്നു, താഹിർ ഡോല എന്ന് പറയുന്നവനെ നമ്മൾ ഇതിനു മുമ്പ് തന്നെ പിടികൂടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നിലവിൽ സംഭവം എന്ന് പറഞ്ഞാൽ ഇവർക്കൊന്നും ഇപ്പം UAE താമസിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഇവൻ തന്നെ ഹംസ എന്നുള്ള പേരിൽ ബൾഗേറിയൻ പാസ്പോർട്ടുമായിട്ട് തുർക്കിയിലേക്ക് എൻട്രി ആയി അവിടെ മാസങ്ങളോളം രഹസ്യമായിട്ട് താമസിച്ച് വരികയായിരുന്നു. ഒരു വീടിൻ്റെ ഉള്ളിൽ പുറത്തിറങ്ങാത്ത രീതിയിൽ താമസിച്ചുകൊണ്ട് വരികയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവനെ കണ്ടെത്തുക എന്നുള്ളത് വലിയൊരു ചാലഞ്ചായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവരെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ കൊറിയർ ഒരെണ്ണം വരുന്നുണ്ട്, ഒരു ഇൻ്റർനാഷണൽ ഷിപ്മെൻറ്റ്, ഒരു കൊറിയർ. ആ കൊറിയർ ഇവൻ ആ വീട്ടിൽ നിന്നും റിസീവ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആകെ കൂടി കിട്ടിയ ഒരു ഇൻഫർമേഷൻ. അപ്പം അതായത് ഇവൻ്റെ ചലനങ്ങളെല്ലാം തന്നെ ഇവൻ UAE വരുന്നു, UAE നിന്നും തുർക്കിയിലോട്ട് പോകുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിലെല്ലാം തന്നെ ഇന്റർപോളിന് ഈ വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. തുർക്കിയിൽ ഇറങ്ങിയത് വരെയുള്ള തെളിവുണ്ട്. തുർക്കിയിൽ ഇവൻ എവിടെ പോയി താമസിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് യാതൊരു വിവരമില്ല. കാരണം ഇവൻ തുർക്കിയിൽ എത്തിയിട്ട് പിന്നീട് ഇവൻ പുറത്തിറങ്ങുന്നില്ല. അപ്പം അങ്ങനെ ഇവൻ 1.5 വർഷത്തോളം തുർക്കിയുടെ ഉള്ളിൽ കഴിയുകയാണ്. ഇന്ത്യയുടെ ഇന്റലിജൻസ് ഏജൻസിയും ഇവനെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ കൊറിയർ എത്തിപ്പെട്ടത് അവിടെ ഇയാളുണ്ട് എന്നുള്ളത് വ്യക്തമായ തെളിവുകളോടുകൂടി ഇവനെ മോണിറ്റർ ചെയ്ത് ആ വീടിൻ്റെ പരിസരം കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച് ഇവനുണ്ട് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ഇന്ത്യയുടെ ഇൻ്റലിജൻസ് തുർക്കിയുടെ ഇൻ്റലിജൻസുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ഇൻഫർമേഷൻ കൈമാറുകയാണ്. എന്നിട്ട് ഇന്റർപോളിനെയും വിവരം അറിയിക്കുന്നുണ്ട്. അങ്ങനെ ഇന്റർപോളിൻ്റെ സഹായത്തോടു കൂടി ഇന്ത്യൻ ഇൻ്റലിജൻസിൻ്റെ വിവരം എടുത്ത് കൺഫേം ചെയ്ത് തുർക്കിയുടെ ഇൻ്റലിജൻസ് ഏജൻസി ഇവനെ അറസ്റ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് എക്സ്ട്രാഡിറ്റ് ചെയ്യുകയാണ്. ഇതിനകത്ത് തുർക്കി തീർച്ചയായിട്ടും ഇതുപോലത്തെ ആൾക്കാരെയൊക്കെ സംരക്ഷിക്കുമ്പോൾ ചോദിച്ചാൽ അവർ സംരക്ഷിക്കും. പക്ഷേ ഈ വിഷയം ഇന്റർനാഷണലി വലിയൊരു വിഷയമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ മരുന്ന് മാഫിയയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് ലോകത്തെ തന്നെ, അതായത് വളർന്നു വരുന്ന തലമുറയെ തന്നെ വല്ലാത്ത രീതിയിൽ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് തുർക്കി ഈ വിഷയത്തിൽ കൂടുതൽ ഫേവറിസം കാണിക്കാൻ നിന്നില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ തുർക്കി ഇന്ത്യക്കെതിരെയുള്ള വിഷയമായതുകൊണ്ട് തന്നെ കൂടുതൽ അതിനകത്ത് താല്പര്യം കാണിക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. ഇവർ തുർക്കിയിലേക്ക് പോയത് തന്നെ തുർക്കി ഇന്ത്യക്കെതിരെയുള്ള സ്റ്റാൻഡ് എടുത്തിരിക്കുന്നതുകൊണ്ടാവാം. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇവനെ അറസ്റ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പം ദാവൂദ് ഇബ്രാഹിം കമ്പനി, അതായത് ഡി കമ്പനിയുടെ പല രഹസ്യങ്ങളും
ഇവനിലൂടെ പുറത്തു വരും, അത് ഉറപ്പാണ്. ഇപ്പം NIA ആയിക്കോട്ടെ, അതേപോലെ പല വിങ്ങിലുള്ള ഇന്ത്യയിലെ മഹാരാഷ്ട്ര, ഡൽഹി, പൂനെ, ഇതേപോലെ പല സ്ഥലങ്ങളിലുമുള്ള ഏജൻസികൾ, ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ ഇവനെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇവന്റെ പേരിൽ പഴയ കേസുകൾ കിടപ്പുണ്ട്. ഇന്ത്യ തീർച്ചയായിട്ടും ദാവൂദ് ഇബ്രാഹിമിനെതിരെയുള്ള ആ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ ഒരു നിർണായകമായിട്ടുള്ള തെളിവായിട്ടാണ് ഇവനെ കണക്കാക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പം ദാവൂദ് ഇബ്രാഹിം ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നൊക്കെ പലർക്കും ചോദ്യമുണ്ടാവാം. ദാവൂദ് ഇബ്രാഹിം ഇപ്പം ജീവിച്ചിരിക്കുന്നോ ഇല്ലയോ എന്നുള്ള ആ ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. കാരണം ഇതൊരു നെറ്റ്വർക്കാണ്.